പയ്യന്നൂർ മാത്തിൽ IRPC സാന്ത്വന പരിചരണ കേന്ദ്രം ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. IRPC രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണപിള്ള ദിനത്തിൽ IRPCയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി 2014 പാർട്ടി തീരുമാനമെടുക്കുന്നത്. ഇന്നിപ്പോൾ IRPC ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ഇത്രയേറെ സന്നദ്ധ വളണ്ടിയർമാരുള്ള ഒരു സംവിധാനം വേറെ ഉണ്ടാവില്ല. ചില സാന്ത്വന പരിചരണ കേന്ദ്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ സ്വയം സന്നദ്ധമായി പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള ആയിരക്കണക്കിന് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഗൃഹപരിചരണം ഉൾപ്പെടെ സംഘടിപ്പിക്കുന്ന ഒരു സംവിധാനം വേറെ എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ആ പ്രവർത്തനത്തെ കുറെ കൂടി ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ മാത്തിൽ ഇവിടെയുള്ള സാന്ത്വന കേന്ദ്രം, ഈ സാന്ത്വന കേന്ദ്രത്തെ വളരെ ഫലപ്രദമായി ഇപ്പൊ തന്നെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുറെ കൂടി ഫലപ്രദമാക്കി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളും മറ്റും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അതിനാവശ്യമായിട്ടുള്ള എന്ത് സഹായം വേണമെങ്കിലും ആ സഹായം നൽകുന്നതിന് വേണ്ടി ജില്ലയിലെ പൊതു പ്രസ്ഥാനം സന്നദ്ധമാണ് എന്നുകൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും പെരിങ്ങോം ഏരിയയിലെ കാങ്കോലാലപ്പടമ്പ്, എരമംകുറ്റൂർ, പെരിങ്ങോം വൈക്കര, ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾക്കുമാണ് സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന കേന്ദ്രം ചെയർമാൻ P ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ്, കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ, പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ലളിത, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗംഗാധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പ്രീത, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, MTP നോറുദ്ദീൻ, ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ, KD അഗസ്റ്റിൻ, P സജികുമാർ എന്നിവർ സംസാരിച്ചു. IRPC സാന്ത്വന കേന്ദ്രം കൺവീനർ KV പവിത്രൻ സ്വാഗതവും മാനേജർ TK ശങ്കരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വിശദമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പുതിയ മെമ്പർമാരാണ്. അവർക്ക് ഇങ്ങനൊരു കേന്ദ്രം, ഒരു സാന്ത്വന കേന്ദ്രം എന്നുള്ള നിലക്ക് IRPCയുടെ നേതൃത്വത്തിൽ ഒരു സ്ഥാപനം നടക്കുന്നത് എല്ലാവർക്കും വേണ്ടത്ര അറിയും എന്ന് തോന്നുന്നില്ല. ഒന്ന്, ഈ സ്ഥാപനത്തെ നിങ്ങൾക്ക് ഏവർക്കും പരിചയപ്പെടുത്തണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിചയപ്പെടുത്തൽ വെറുതെ ഒരു പരിചയപ്പെടുത്തി പോകൽ മാത്രമല്ല, നാളേക്ക് ഈ സ്ഥാപനം നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം IRPCയുടെ സോണൽ കമ്മിറ്റിക്കും അതുപോലെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും മാത്രമല്ല, അതിലുപരിയായിട്ട് ഒരർത്ഥത്തെ പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർക്ക് കൂടി ബാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഈ രൂപത്തിലൊരു ഒരു കൂടി ഞങ്ങളുടെ രജിസ്റ്റർ പ്രകാരം 2026 ജനുവരി മാസം വരെയുള്ള കണക്ക് നോക്കിയാൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ പരിചരണം ആർക്കാണോ അർഹിക്കുന്നത് അവരെ പരിചരിക്കുവാനും അവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനും ഈ 5 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് സാധു കണ്ണൂർ ജില്ലാ കളക്ടറിനും കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ ഏറ്റുവാങ്ങിയത്. ഈ സ്ഥാപനം സന്ദർശിക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മീഡിയ, പയ്യന്നൂർ.